ബിഗ് ബോസ് മലയാളം സീസൺ 7 അല്പസമയം മുമ്പ് ഈ ആഴ്ചയിൽ എവിക്ഷൻ നടന്നിരിക്കുകയാണ്. 50-ാമത്തെ ദിവസം എവിക്ഷൻ ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു കുടുംബാംഗങ്ങൾ. എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ പുറത്തായിരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് പേജ് ഫോളോ ചെയ്തോളൂ. അല്പസമയം മുമ്പാണ് ഗാർഡൻ ഏരിയയിൽ എവിക്ഷൻ പ്രക്രിയ നടന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു എവിക്ഷൻ ആയിരുന്നു. നോമിനേഷനിൽ വന്നിട്ടുള്ളവരെല്ലാവരെയും നിരത്തി ഗാർഡൻ ഏരിയയിൽ നിർത്തുന്നു. അകത്തുള്ളവരിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ചിട്ട് പെഡസ്റ്റലിൽ ഒരു കോയിൻ വെക്കും. ഈ കോയിൻ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിൽ സേവ്ഡ് ആണെങ്കിൽ സേവ്ഡ് എന്നുണ്ടാവും, ആളുടെ പേരും ഉണ്ടാകും. അതെടുത്തിട്ട് അവിടെയുള്ള പൂമാല ആളെ അണിയിക്കുക എന്നുള്ളതായിരുന്നു. ഓരോരുത്തർ വന്ന് സേവ് ചെയ്തു. ലാസ്റ്റ് അപ്പോൾ ലക്ഷ്മിയും റെനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അക്ബറാണ് വന്നത്. അക്ബർ വന്നിട്ട് ആകെ കൺഫ്യൂഷനായി. അക്ബർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ഡ്രാമയാണ് കളിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അക്ബറിനെ സംബന്ധിച്ച് റെന പോകുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഒരുപക്ഷെ അക്ബറിനെ തന്നെ വിളിച്ചത്. അങ്ങനെ അക്ബർ വന്നു, ലക്ഷ്മിക്ക് പൂമാല ഇട്ട് കൊടുത്തു, റെന ഫാത്തിമ പുറത്ത് എന്നുള്ളത്. പക്ഷെ റെന കരഞ്ഞില്ല കേട്ടോ. കരയാതെ അതിനകത്തേക്ക് കയറി. റെന കരഞ്ഞില്ലെങ്കിലും പിന്നെ നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ റെന ഫാത്തിമ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു. റെന സംബന്ധിച്ച് ഒരു കണ്ടസ്റ്റൻ്റ്, ഒരു വളരെ ചെറിയൊരു കുട്ടിയാണ്, 19-20 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി. ഇത്രയും ദിവസം 50 ദിവസം ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിന്നു. ഒരുപാട് പ്രേക്ഷകർ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇതെല്ലാവരും ഗെയിമല്ലേ, ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള കളികളായിരിക്കാം. ആ കുട്ടിയുടെ കളി അങ്ങനെയായിരിക്കാം, അതായിരിക്കാം. എന്തായാലും പ്രേക്ഷകർ 50 ദിവസം നിർത്തി പല എവിക്ഷൻ നോമിനേഷനിൽ വന്നിട്ടും പിടിച്ചു നിന്നു. ദാ ഇപ്പോൾ 50-ാമത്തെ ദിവസം വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. 50-ാമത്തെ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ ഒരു കണ്ടസ്റ്റന്റ് റെന ഫാത്തിമയാണ്. ഇനി കളി മുറുകും, കളികൾ മാറ്റങ്ങൾ വരും. എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ.